ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് ചരിത്ര വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 186 ദിവസം. ഹെസക്കിയായുടെ രോഗശാന്തി. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 31-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 144 എന്നിവ വായിക്കുന്നു. ഹെസക്കിയായുടെ അവസാന നാളുകളിലെ രോഗാവസ്ഥയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതും രോഗശാന്തി നേടുന്നതും ഇന്നത്തെ വായനയിൽ നാം ശ്രവിക്കുന്നു. മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓരോ പുലരിയിലും ചിന്തിക്കാനും ഓരോ രാത്രിയിലും അതോർത്ത് ശാന്തമായി ഉറങ്ങാനും മരണത്തിൻ്റെ മണിനാദം മുഴങ്ങുകയും മരണരഥം എത്തുകയും ചെയ്യുമ്പോൾ സന്തോഷത്തോടെ നമ്മുടെ ജന്മഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകാനുമുള്ള കൃപയ്ക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും ജപമാല എന്ന ശക്തമായ ആയുധമുയർത്തി ഈ കാലഘട്ടത്തിൽ അന്തിമയുദ്ധത്തിന് തയ്യാറെടുക്കുവാനും തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം. ഹെസക്കിയായുടെ രോഗശാന്തി. ആ ദിവസങ്ങളിൽ ഹെസക്കിയ മാരകമാം വിധം രോഗിയായി. ആമോസിൻ്റെ പുത്രൻ യെശയ്യാ പ്രവാചകൻ അവൻ്റെ പക്കൽ ചെന്ന് അവനോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കുകയാണ്, സുഖപ്പെടുത്തുകയില്ല. അവൻ തൻ്റെ മുഖം ചുവരിലേക്ക് തിരിച്ച് കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ അങ്ങയുടെ മുമ്പാകെ വിശ്വസ്തതയിലും ഹൃദയപരമാർത്ഥതയിലും നടന്നിരുന്നതും അങ്ങയുടെ ദൃഷ്ടികളിൽ നന്മ പ്രവർത്തിച്ചതും ഇപ്പോൾ ഓർക്കണമേ. ഹെസക്കിയ വലിയ ദുഃഖത്തോടെ വിലപിച്ചു. യെശയ്യാ അങ്കണമധ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ അവന് കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി, നീ തിരിഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ നേതാവായ ഹെസക്കിയായോട് പറയുക, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ഞാൻ നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറും. നിൻ്റെ ദിനങ്ങളോട് 15 വർഷം ഞാൻ കൂട്ടും. അസീറിയ രാജാവിൻ്റെ കരതലത്തിൽ നിന്ന് നിന്നെയും ഈ പട്ടണത്തെയും ഞാൻ വിടുവിക്കും. എന്നെ പ്രതിയും എൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും ഈ നഗരം ഞാൻ സംരക്ഷിക്കും. അപ്പോൾ യെശയ്യാ നിർദ്ദേശിച്ചു, അത്തിപ്പഴത്തിൻ്റെ ഒരു അട എടുക്കുവിൻ. അവൻ സുഖം പ്രാപിക്കേണ്ടതിന് അവർ അത് എടുത്ത് അവൻ്റെ വ്രണത്തിന്മേൽ വയ്ക്കട്ടെ. ഹെസക്കിയ യെശയ്യായോട് ചോദിച്ചു, കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും 3-ാം ദിവസം ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ കയറുകയും ചെയ്യും എന്നതിന് എന്താണ് അടയാളം? യെശയ്യാ പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്ത കാര്യം അവിടുന്ന് നിറവേറ്റുമെന്നതിന് കർത്താവിൽ നിന്ന് നിനക്കുള്ള അടയാളം ഇതാണ്. നിഴൽ 10 അടി മുന്നേറിയിരിക്കുന്നു, അത് 10 അടി പിന്നോട്ടാകുമോ? ഹെസക്കിയ പറഞ്ഞു, നിഴൽ 10 അടി നീങ്ങുന്നത് ചെറിയ കാര്യമാണ്, എന്നാൽ അങ്ങനെയല്ല നിഴൽ പുറകോട്ട് 10 അടി തിരിയുന്നത്. അപ്പോൾ പ്രവാചകനായ യെശയ്യാ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ആഹാസിൻ്റെ പടികൾ ഇറങ്ങിയ നിഴലിനെ 10 അടി തിരിച്ചു കൊണ്ടുവന്നു. ബാബിലോണിൻ്റെ ഭീഷണി. ഹെസക്കിയ രോഗിയാണെന്ന് കേട്ടതിനാൽ അക്കാലത്ത് ബാബിലോൺ രാജാവായ ബലാദാൻ്റെ പുത്രൻ മെറോദാക് ബാലദൻ ഹെസക്കിയായ്ക്ക് കത്തുകളും സമ്മാനവും അയച്ചു കൊടുത്തു. ഹെസക്കിയ അവരെ കേട്ടു. സുഗന്ധദ്രവ്യ പുര മുഴുവനും വെള്ളിയും സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും മേൽത്തരം എണ്ണയും തൻ്റെ ആയുധപ്പുരയും തൻ്റെ ഭണ്ഡാരങ്ങളിലുള്ളതെല്ലാം അവരെ കാണിച്ചു കൊടുത്തു. ഹെസക്കിയ അവരെ കാണിക്കാത്തതായി ഒന്നും
അവൻ്റെ കൊട്ടാരത്തിലോ അവൻ്റെ അധീനതയിലെങ്ങുമോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രവാചകനായ യെശയ്യാ ഹെസക്കിയാ രാജാവിൻ്റെ അടുത്തു വന്ന് അവനോട് ചോദിച്ചു, ആ ആളുകൾ എന്താണ് പറഞ്ഞത്? എവിടെ നിന്നാണ് അവർ നിൻ്റെ പക്കൽ വന്നത്? ഹെസക്കിയാ പറഞ്ഞു, ദൂരദേശത്തു നിന്ന്, ബാബിലോണിൽ നിന്നാണ് അവർ വന്നത്. അവൻ ചോദിച്ചു, അവർ എന്താണ് നിൻ്റെ കൊട്ടാരത്തിൽ കണ്ടത്? ഹെസക്കിയാ മറുപടി പറഞ്ഞു, എൻ്റെ കൊട്ടാരത്തിലുള്ളതെല്ലാം അവർ കണ്ടു. എൻ്റെ ഭണ്ഡാരങ്ങളിൽ ഞാൻ അവരെ കാണിക്കാത്തതായി ഒന്നുമില്ല. അപ്പോൾ യെശയ്യാ ഹെസക്കിയായോട് പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. ഇതാ, നിൻ്റെ ഭവനത്തിലുള്ളതൊക്കെയും ഈ ദിവസം വരെ നിൻ്റെ പിതാക്കന്മാർ സംഭരിച്ചു കൂട്ടിയതും ബാബിലോണിലേക്ക് സംവഹിക്കപ്പെടുന്ന ദിനങ്ങൾ വരുന്നു, ഒന്നും അവശേഷിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നിൽ നിന്ന് പുറത്തു വരുന്ന നീ ജനിപ്പിക്കുന്ന മക്കളിൽ ചിലരെ അവർ എടുക്കും. ബാബിലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ ഷണ്ഡന്മാരായിരിക്കും. അപ്പോൾ ഹെസക്കിയാ യെശയ്യായോട് പറഞ്ഞു, നീ പറഞ്ഞ കർത്താവിൻ്റെ വചനം നല്ലത് തന്നെ. അവൻ വിചാരിച്ചു, എൻ്റെ നാളുകളിൽ സമാധാനവും സ്ഥിരതയും ഉണ്ടാകുമെങ്കിൽ പിന്നെ എന്ത്? ഹെസക്കിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അയാളുടെ എല്ലാ ശക്തിവൈഭവവും, അവൻ കുളവും ചാലും നിർമ്മിച്ച് ജലം പട്ടണത്തിലേക്ക് എത്തിച്ചതും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഹെസക്കിയാ തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവൻ്റെ സ്ഥാനത്ത് പുത്രൻ മനാസെ രാജാവായി. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 31-ാം അധ്യായം. മതനവീകരണം. ഇതെല്ലാം പൂർത്തിയായപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന ഇസ്രായേല്യരെല്ലാം യൂദായുടെ പട്ടണങ്ങളിലേക്ക് ചെന്ന് സ്തംഭങ്ങൾ തകർക്കുകയും അക്ഷോരാകൾ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. യൂദാ മുഴുവനിലും ബെഞ്ചമിനിലും എഫ്രായിമിലും മനാസയിലും നിന്ന് അവർ പൂജാഗിരികളും ബലിപീഠങ്ങളും ഉന്മൂലനാശം ചെയ്തു. പിന്നെ ഇസ്രായേല്യർ മുഴുവനും തങ്ങളുടെ പട്ടണങ്ങളിലേക്ക് ഓരോ ആളും തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോയി. പുരോഹിതന്മാരുടെയും ലേവായരുടെയും ഗണങ്ങളെ അവരവരുടെ ഗണമനുസരിച്ച് ഹോമയാഗത്തിനും സമാധാന ബലികൾക്കുമായി ഓരോ ആളിൻ്റെയും ശുശ്രൂഷ അനുസരിച്ച് പുരോഹിതന്മാരായും ലേവായരായും ഹെസക്കിയാ നിയോഗിച്ചു. കർത്തൃപാളയത്തിൻ്റെ കവാടങ്ങളിൽ ശുശ്രൂഷിക്കാനും കൃതജ്ഞതയർപ്പിക്കുവാനും സ്തുതി പാടാനുമായിരുന്നു ഇത്. രാജാവിൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നുള്ള ഓഹരി ഹോമയാഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കർത്താവിൻ്റെ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള ഹോമയാഗങ്ങൾക്കും സാപത്തിലും അമാവാസിയിലും നിശ്ചിത തിരുനാളുകളിലുമുള്ള ഹോമയാഗങ്ങൾക്കും വേണ്ടി. കൂടാതെ പുരോഹിതന്മാരും ലേവായരും കർത്താവിൻ്റെ നിയമം മുറുകെ പിടിക്കേണ്ടതിന് അവരുടെ ഓഹരി അവർക്ക് നൽകാൻ ജെറുസലേമിൽ വസിച്ചിരുന്ന ജനത്തോട് അവൻ നിർദ്ദേശിച്ചു. നിർദ്ദേശം പുറത്തു വന്ന ഉടനെ ഇസ്രായേല്യർ ധാന്യത്തിൻ്റെയും പുതുവീഞ്ഞിൻ്റെയും എണ്ണയുടെയും തേനിൻ്റെയും വയലിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലവും എല്ലാറ്റിൻ്റെയും ദശാംശവും ധാരാളമായി കൊണ്ടുവന്നു. കൂടാതെ യൂദാ പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേല്യരും യൂദാക്കാരും കാളകളുടെയും ആടുകളുടെയും ദശാംശവും തങ്ങളുടെ ദൈവമായ കർത്താവിന് പ്രതിഷ്ഠിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കളുടെ ദശാംശവും കൊണ്ടുവന്നു. അവർ അവ കൂന കൂട്ടിയിട്ടു. 3-ാം മാസത്തിൽ അവർ കൂനകൾ കൂട്ടാൻ തുടങ്ങി. 7-ാം മാസത്തിൽ അവർ അത് പൂർത്തിയാക്കി. ഹെസക്കിയായും പ്രഭുക്കന്മാരും വന്ന് കൂനകൾ കണ്ടപ്പോൾ കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും പുകഴ്ത്തി. തുടർന്ന് പുരോഹിതന്മാരോടും ലേവായരോടും കൂനകളെക്കുറിച്ച് ഹെസക്കിയ അന്വേഷിച്ചു. സാദോക്കിൻ്റെ ഭവനത്തിലെ പ്രധാന പുരോഹിതനായ അസറിയ അവനോട് പ്രത്യുത്തരിച്ചു, കർത്താവിൻ്റെ ആലയത്തിലേക്ക് കാഴ്ച കൊണ്ടുവരാൻ തുടങ്ങിയതു മുതൽ ഞങ്ങൾ മതിവരും വരെ ഭക്ഷിക്കുകയും ധാരാളം മിച്ചം വരികയും ചെയ്തു. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവശേഷിച്ചിരിക്കുന്നത് ഈ വലിയ ശേഖരമാണ്. കർത്താവിൻ്റെ ആലയത്തിൽ അറകൾ തയ്യാറാക്കാൻ ഹെസക്കിയ നിർദ്ദേശം നൽകിയത് അനുസരിച്ച് അവർ അവ തയ്യാറാക്കി. അവർ കാഴ്ചയും ദശാംശവും സമർപ്പിത വസ്തുക്കളും വിശ്വസ്തതാപൂർവം കൊണ്ടുവന്നു. ലേവായനായ കാനാനീയ ആയിരുന്നു അവരുടെ നേതാവ്. അവൻ്റെ സഹോദരൻ ഷെമേയി രണ്ടാമനും. ഹെസക്കിയ രാജാവിൻ്റെയും ദേവാലയത്തിൻ്റെ ചുമതലക്കാരനായ അസറിയായുടെയും നിർദ്ദേശപ്രകാരം യെഹിയേൽ, അസസിയ, നെഹത്ത്, അസഹേൽ, യെറിമോത്ത്, യോസബാദ്, എലിയേൽ, യസ്മാഹിയ, മഹത്ത്, ബനായ എന്നിവർ കാനാനിയായുടെയും അവൻ്റെ സഹോദരൻ ഷിമേയിയുടെയും കീഴിൽ മേൽനോട്ടക്കാരായിരുന്നു. കർത്താവിന് പ്രതിഷ്ഠിച്ചവയും
അതിവിശുദ്ധ കാഴ്ചകളും നിശ്ചയിക്കുന്നതിന് ദൈവത്തിനുള്ള സ്വാഭിഷ്ട കാഴ്ചകളുടെ മേൽനോട്ടം ലേവായനായ യിമ്നായുടെ പുത്രനും കിഴക്കേ കവാടത്തിൻ്റെ കാവൽക്കാരനുമായ കോറയ്ക്കായിരുന്നു. പട്ടണങ്ങളിലായിരുന്ന തങ്ങളുടെ സഹോദരരായ പുരോഹിതന്മാർക്ക് ഗണങ്ങളനുസരിച്ച് വലിപ്പ ചെറുപ്പ ഭേദമന്യേ ഓഹരി വിശ്വസ്തയോടെ നൽകുന്നതിന് ഏദൻ, മിനിയാമിൻ, യഷുവ, ഷമായ, അമരിയ, ഷെക്കാനിയ എന്നിവർ അവൻ്റെ കീഴിലുണ്ടായിരുന്നു. കൂടാതെ പുരുഷഗണത്തിൽ 3 വയസ്സും അതിനു മുകളിലുമുള്ളവരും തങ്ങളുടെ ദൈനംദിന ക്രമമനുസരിച്ച് തങ്ങളുടെ ഗണങ്ങൾക്കനുസൃതമായ ശുശ്രൂഷകളിലെ ജോലിക്കായി കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചിരുന്നവരും വംശാവലിയിൽ ചേർക്കപ്പെട്ടിരുന്നു. പുരോഹിതന്മാരുടെ വംശാവലി പട്ടിക അവരുടെ പിതൃഭവനങ്ങളനുസരിച്ചും ലേവായരുടേത് 20 വയസ്സും അതിനു മുകളിലുള്ളവരെ അവരുടെ ശുശ്രൂഷ ഗണങ്ങളും അനുസരിച്ചാണ് രേഖപ്പെടുത്തിയിരുന്നത്. വംശാവലി പട്ടികയിൽ സഭ മുഴുവനുമുള്ളവരുടെ കൊച്ചുകുട്ടികൾ, അവരുടെ ഭാര്യമാർ, അവരുടെ പുത്രന്മാർ, പുത്രിമാർ എന്നിങ്ങനെ എല്ലാവരും ചേർക്കപ്പെട്ടു. അങ്ങനെ അവരുടെ വിശ്വസ്തതയിൽ അവർ സ്വയം വിശുദ്ധീകരിക്കുകയായിരുന്നു. തങ്ങളുടെ പട്ടണങ്ങളുടെ മേച്ചിൽ സ്ഥലങ്ങളിലായിരുന്ന അഹറോൻ്റെ പുത്രന്മാരാകട്ടെ പുരോഹിതന്മാരിൽപ്പെട്ട ഓരോ പുരുഷനും വംശാവലി പട്ടികയിൽപ്പെട്ട ഓരോ ലേവായനും ഓഹരികൾ നൽകാൻ പട്ടണം തോറും പേര് നിർദ്ദേശിക്കപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഹസഹിയ യൂദാ മുഴുവനിലും ഇപ്രകാരം പ്രവർത്തിച്ചു. തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ അവൻ നല്ലതും ശരിയും സത്യമായതും പ്രവർത്തിച്ചു. ദേവാലയത്തിൻ്റെ ജോലിയിലും നിയമത്തിലും കൽപ്പനയിലും തൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്നതിലും താൻ ആരംഭിച്ച ഓരോ കാര്യത്തിലും അവൻ തൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ വർത്തിച്ചു. അങ്ങനെ അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. സങ്കീർത്തനങ്ങൾ 144. കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനത. ദാവീദിൻ്റേത്. എൻ്റെ പാറയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. പടയ്ക്ക് എൻ്റെ കൈകളെയും യുദ്ധത്തിന് എൻ്റെ വിരലുകളെയും പരിശീലിപ്പിക്കുന്നവനാണ് അവിടുന്ന്. എൻ്റെ കാരുണ്യവും ദുർഗവും അഭയവും രക്ഷിതാവും എനിക്കുള്ള എൻ്റെ പരിചയം അവിടുന്നാണ്. എൻ്റെ ജനത്തെ എനിക്ക് കീഴ്പ്പെടുത്തുന്നവനായ അവിടുന്നിൽ ഞാൻ അഭയം തേടിയിരിക്കുന്നു. കർത്താവെ, അങ്ങ് ശ്രദ്ധിക്കുന്നതിന് മനുഷ്യനും അങ്ങ് പരിഗണിക്കുന്നതിന് മർത്യപുത്രനും എന്താണ്? മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ്. അവൻ്റെ ദിനങ്ങൾ കടന്നു പോകുന്ന നിഴൽ സമാനവും. കർത്താവെ, അങ്ങ് ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ. പർവ്വതങ്ങളെ സ്പർശിക്കണമേ, അവ പുകയട്ടെ. ഇടിമിന്നൽ ജ്വലിപ്പിച്ച് അവരെ അങ്ങ് ചിതറിക്കണമേ. ദിവ്യാസ്ത്രങ്ങൾ അയച്ച് അവരെ തുരത്തണമേ. ഉന്നതത്തിൽ നിന്ന് കൈകൾ നീട്ടി എന്നെ പരിരക്ഷിക്കണമേ. പെരുവെള്ളത്തിൽ നിന്ന് വിദേശീയരുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അവരുടെ വായ് വ്യാജം സംസാരിക്കുന്നു. അവരുടെ വലതു കൈ കാപട്യത്തിൻ്റെ വലത്തു കൈയാണ്. ദൈവമേ, അങ്ങയ്ക്ക് ഞാൻ ഒരു പുതിയ ഗീതം ആലപിക്കും. ദശതന്ത്രി വീണ കൊണ്ട് ഞാൻ അങ്ങയെ പ്രകീർത്തിക്കും. രാജാക്കന്മാർക്ക് വിജയം നൽകുന്നവനെ, തൻ്റെ ദാസനായ ദാവീദിനെ രക്ഷപ്പെടുത്തുന്നവനെ, ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പരിരക്ഷിക്കണമേ. വിദേശീയരുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അവരുടെ വായ് വ്യാജം സംസാരിക്കുന്നു. അവരുടെ വലത്തു കൈ കാപട്യത്തിൻ്റെ വലത്തു കൈയാണ്. ഞങ്ങളുടെ പുത്രന്മാർ ഞങ്ങളുടെ യൗവനത്തിൽ തഴയ്ക്കുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാര മാതൃകയുടെ കൊത്തിയെടുത്ത സ്തംഭങ്ങൾ പോലെയും ആയിരിക്കട്ടെ. ഞങ്ങളുടെ അറപ്പുരകൾ തരാതരം വിഭവങ്ങൾ നിറഞ്ഞവയായിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ വെളിമ്പ്രദേശങ്ങളിൽ 10,000-കണക്കിന് പെരുകുന്നവയാകട്ടെ. ഞങ്ങളുടെ കന്നുകാലികൾ ചെനയുള്ളവയാകട്ടെ. നഗരഭേദനമോ വിപ്രവാസത്തിലേക്കുള്ള പോക്കോ ഇല്ലാതിരിക്കട്ടെ. ഞങ്ങളുടെ തെരുവീഥികളിൽ ദീനരോധനം ഇല്ലാതിരിക്കട്ടെ. ഈദൃശ ജനം ഭാഗ്യമുള്ളത്. കർത്താവ് തങ്ങളുടെ ദൈവവുമായുള്ള ജനം ഭാഗ്യമുള്ളത്.